ഓക്കെ, സോ നമ്മളോട് ജഗൻ പറഞ്ഞ പോലെ ഒരു അലൈഡ് CDIൻ്റെ സ്മോൾ ഇൻസ്റ്റാളേഷൻ ആ ഒരു സെറ്റപ്പ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ വീഡിയോ ആയിരിക്കും, വെരി ക്വിക്ക് വീഡിയോ, അധികം ദീർഘിപ്പിക്കില്ല. സോ നമുക്ക് കിറ്റിൽ കിട്ടുന്ന പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാഗ്നറ്റ്, ഈ ബാക്കിൽ കാണുന്നതാണ് സ്റ്റേറ്റർ കോയിൽ, പിന്നെ ഒബ്വിയസ്ലി വയറിംഗ് ഹാർനസ് ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് HT കോയിൽ, സ്പാർക്ക് പ്ലഗിലേക്ക് വരുന്ന HT കോയിൽ. ഇതാണ് ഈ കാണുന്നത്, ഇത് നമ്മുടെ റെക്ടിഫയറാണ്, വയറിംഗ് കിറ്റാണ് ഇത്. ഈ കാണുന്നത് ഇത് RX 135ൻ്റെ ആണ് അവർ തരുന്നത് വയറിംഗ് കിറ്റ്. അപ്പോൾ അതിന് ഇഷ്യൂസൊന്നുമില്ല, അത് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റാണ്. പിന്നെ നിങ്ങളുടെ കസ്റ്റമൈസേഷനനുസരിച്ച് കട്ടിങ്ങും ജോയിനിങ്ങും കുന്നും കുടച്ചക്കരൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ CDI. ഓടിപ്പോ വേറെ ഒന്നുമില്ല ഇതിൽ. വണ്ടി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഞാൻ കഴുകിയിട്ടൊരു 1.5 ആഴ്ചയായി, ഉപയോഗിച്ചിട്ട് അത്രയും തന്നെയായി. നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന സ്റ്റാർട്ടിങ്ങാണ് 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ കിക്കാണ് കാണുന്നത്. മിക്കവാറും അത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയില്ല, കാരണം അത് ഫസ്റ്റ് കിക്കിൽ തന്നെ സ്റ്റാർട്ടായി. ചോക്ക് യൂസ് ചെയ്തു, ബട്ട് അത് ഞാൻ വെറുതെ ജസ്റ്റ് ടു ബി ഓൺ എ സേഫർ സൈഡ്. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല കേട്ടോ. ഞാനിതൊന്നും ഊരണമെന്നില്ല, അതിന് പകരം ഞാൻ ഒരു ആനിമേഷൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ആവണേന്നുള്ളതിൻ്റെ. വലിയ സീനൊന്നുമില്ല. ഇത് നേരെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റുമ്പോൾ ഈ മാഗ്നറ്റ് മൗണ്ട് ആവും. ഷാഫ്റ്റ് പോയി നേരെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമ്പോൾ മൗണ്ട് ആവും. ഇത്രേ ഉള്ളൂ സംഭവം. അതിൻ്റെ നടുക്ക്, അതായത് ഷാഫ്റ്റിന് പുറകിലായിട്ട് ഈ സ്റ്റേറ്റർ കോയിൽ വരും. ഇത്രേ ഉള്ളൂ. വേറെ പിന്നെ ഇവിടെ ബാറ്ററി ഉണ്ട്, ബാറ്ററിയിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. കാരണം എനിക്കൊരു ഫോഗ് ലാമ്പ് ഉണ്ട് ഇവിടെ, ഈ കാണുന്ന ഫോഗ് ലാമ്പ് ഉണ്ട്. സോ ബാറ്ററി അത്യാവശ്യമായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പോൾ ആ എല്ലും സാധനങ്ങളും ഒക്കെ വന്നത് ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, ആ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തതാണ്. അതിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് തന്നാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറഞ്ഞില്ല, വണ്ടി നിറച്ച് പണിയായി. എന്തായാലും അപ്പോൾ അപ്കമ്മിങ് വീഡിയോസിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് വേണം ഈ പരിപാടികളൊക്കെ തുടങ്ങാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഐഡിയയിലാണ്. പ്ലേലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ജനറലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് ഐക്കൺസിനെ അവരുടെ ചെറിയ ഹിസ്റ്ററി, അവരുടെ അക്കോംപ്ലിഷ്മെൻറ്റ്സ്, ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കിക്ക് ഓഫ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ആശാനും ഗുരുവും ദ്രോണാചാര്യരായ സോമേന്ദർ സിംഗിനെ കുറിച്ച് കവർ ചെയ്താവാം എന്ന് വിചാരിച്ചു. സോമേന്ദർ സിംഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ ഹെഡ് ഗ്രൂവ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് ഞാനത് സ്ക്രൂ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ
റീപ്ലേസ് ചെയ്യാൻ വേറെ ഹെഡ് ഉണ്ടാവില്ല. ഈ സാധനം കിട്ടൽ ഇത്തിരി പാടാണ്. കിട്ടൽ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കിട്ടൽ പാടാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് CL2ൻ്റെ ഒറിജിനൽ ഹെഡാണ്. ഇത് കിട്ടൽ പാടാണ്. ഇനി ഇൻ കേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ തോന്നിയ വിലയാണ് പറയണത്. അപ്പോൾ വെറുതെ അല്ലെങ്കിൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ട് അത് ലോക്കലി മേടിച്ചിട്ട് അത് ഗ്രൂവ് ചെയ്ത് നോക്കിയിട്ട് എന്താ അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നോക്കണം. ബേസിക്കലി ഗ്രൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹെഡിൻ്റെ ഉള്ളിലൊരു സർക്കിൾ ഉണ്ടാവും. ഈ ഒരു സ്പെസിഫിക് ഡയമീറ്ററിലൊരു സർക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹെഡിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സ്ക്വിഷ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ പിസ്റ്റം വന്ന് അടിക്കണ സ്ഥലം അതാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or 3 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫയൽ എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ ലിക്വിഡ് ഡിസ്റ്റൻ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജെറ്റ് പോലെ ആക്ട് ചെയ്യും. പിസ്റ്റൺ വന്ന് മുകളിൽ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈഡിലിരിക്കുന്ന പെട്രോൾ നേരെ വന്ന് സ്പാർക്ക് പ്ലഗ്മേ ഹിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള കമ്പഷൻ കിട്ടും. പുള്ളിക്കാരൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഐഡ്ലിംഗ് ഒക്കെ കുറച്ചും കൂടി താഴെയായിരിക്കും, കുറച്ചും കൂടി കുറച്ചായിരിക്കും. അതേപോലെ ടോർക്കിൻ്റെ ബാൻഡ് കുറച്ചും കൂടി കൂടും. അതായത് ടോർക്ക് കുറച്ചും കൂടി ലോവർ RPM നിന്ന് യൂസബിൾ ആയിരിക്കും. നോക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും വരും, ബട്ട് ഇറ്റ് വിൽ ബി ലോവർ ഡൗൺ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4th ഗിയറിലൊക്കെ 10, 20, 25 നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിച്ചു പോവാം. ഈ സൈലൻസേഴ്സും ഈ ഇതിനെന്താ പറയുക, ഹബ് പ്ലേറ്റോ എന്തായാലും ആ സാധനവും ബെൻഡ് പൈപ്പ് ഐ ഡോണ്ട് തിങ്ക് സോ ആവശ്യമുണ്ടെന്ന് നോക്കാം. പിന്നെ എൻ്റെ റിംസ് ഇത് എല്ലാം കൂടി നിക്കലിങ്ങിന് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നു. നമ്പർ പ്ലേറ്റ് മാറ്റാറായി. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക. ഇത് ഈ പഴയ ബുള്ളറ്റിലൊക്കെ വരുന്ന പോലത്തെ ടൈപ്പാണ്. ഞാൻ മേടിച്ചപ്പോൾ ഇങ്ങനത്തെ ആയിരുന്നു. വണ്ടി SD-ൻ്റെ റെയർ എൻഡിലായിരിക്കും കൂടുതലും വൈബ്രേഷൻസ്. അപ്പോൾ വണ്ടി റെവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ അടിക്കും. എന്തായാലും അലൈഡ് CDI കയറ്റിയ പിന്നെ വന്നേക്കണ ഒരു വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ എൻ്റെ ബൈക്ക് ഉപയോഗിച്ച് തുടങ്ങി. ഇത്രയും നാൾ എൻ്റെ അനിയനും എൻ്റെ അമ്മയ്ക്കും വെറുപ്പായിരുന്നു ഈ വണ്ടി. ജന്മം ചെയ്ത എൻ്റെ അനിയൻ തൊടില്ലായിരുന്നു ഇത്. അവൻ്റെ ബൈക്ക് കേടാണെങ്കിൽ അവൻ നടന്നു പോകും, അല്ലെങ്കിൽ സൈക്കിൾ ഓടി പോകും. പക്ഷേ ഈ ബൈക്കും കൊണ്ട് അവൻ ഒരിക്കലും പോകില്ലായിരുന്നു. ഇതും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടു പോകുന്നതാണ് അവൻ പറയണത്. സോ അൺഫോർച്യുനേറ്റ്ലി ഓർ ഫോർച്യുനേറ്റ്ലി അവൻ എന്തായാലും ബൈക്ക് ഉപയോഗിച്ച് തുടങ്ങി. എന്തായാലും ഈ ഒരു ഇനീഷ്യൽ ടൈമിൽ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും നാൾ അവനത് കൊണ്ടുപോകാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുമാതിരി ഡിസ്റെസ്പെക്റ്റ് ചെയ്യണ പോലെയായിരുന്നു. എന്തായാലും ഇപ്പം ആവശ്യമില്ല, അയാൾ കൊണ്ടുപോയി തുടങ്ങി. ഇപ്പം ഇത്തിരി കൊണ്ടുപോകണതിൻ്റെ ഫ്രീക്വൻസി ഇത്തിരി കൂടുന്നോ എന്നൊരു സംശയം. ഇതിപ്പോൾ പ്ലാറ്റിനെ ഒന്നും അല്ലല്ലോ, തൊട്ടേനും പിടിച്ചതിനും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ. സിറ്റിയിലോടിക്കുമ്പോൾ ഒരു 10-25 മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ലോങ് സ്ഥിരം പോയിരുന്ന സമയത്ത് ഞാൻ ഫുൾ ടാങ്ക് മാത്രമേ അടിക്കുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ദാരിദ്ര്യ വീണ്ടും തീർന്ന്. എത്ര പെട്രോൾ അടിച്ചാലും നിൽക്കില്ല കോപ്പ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ റൈഡ്സ് ഒന്നും നടക്കില്ല ഇപ്പോൾ ഈ അടുത്തൊന്നും. കാരണം എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, തൊട്ടപ്പുറത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ചടുത്താണ്, ഞങ്ങളുടെ അതേ സെയിം സ്ട്രീറ്റിൽ തന്നെയാണ് ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു, പോസിറ്റീവ്. പുറത്തേക്ക് ഇറങ്ങലൊന്നുമില്ല. അത് കാരണമല്ല SD എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത്തിരി വർക്ക് ആയിട്ട് ഇതായിട്ടിരിക്കുകയാണ്. നട്ടും ബോൾട്ടൊക്കെ ഇതിലും തുരുമ്പ് കയറിയല്ലോ. എണ്ണയിൽ മുക്കി എടുക്കേണ്ടി വരും വണ്ടിയിൽ.
വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ജഗൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ പോലെ കാണിച്ചു എന്നേ ഉള്ളൂ. പാർട്സ് ഒന്നും ഊരിയെടുക്കൽ നടക്കുന്ന കേസല്ല. കാരണം എൻ്റെ അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള സമയമില്ല, നേരെ തിരിച്ച് ഫിക്സ് ചെയ്യാനുള്ള. പിന്നെ അത് കട്ടപ്പുറത്ത് കിടക്കും, പിന്നെ അതുമ്മേം തുരുമ്പ് കയറി. വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് വെക്കണ്ട. ആ ലൈറ്റ് CDIയിലേക്ക് മാറണം എന്ന് വിചാരിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഗുഡ് ചോയ്സ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ തന്നേക്കണ നമ്പർ എടുക്കുക, കോൾ ചെയ്യുക, പുള്ളീനെ വിളിച്ച് സംസാരിക്കുക. പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പുള്ളീനോട് ചോദിക്കുക. കസ്റ്റമർ സർവീസിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ പുള്ളീനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി നിങ്ങളുടെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, എന്തുണ്ടെങ്കിലും പുള്ളി അത് ആൻസർ ചെയ്യും, എല്ലാം സോർട്ട് ചെയ്ത് തരും.